അയ്യാ വണക്കം. ഒരു കാലത്ത് നടൻ മുകേഷിന്റെ മലയാളികൾ ആഘോഷിച്ചിരുന്ന ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. അന്തസ് വേണമടാ അന്തസ് എന്ന് പറഞ്ഞതായിരുന്നു ആ ഫോൺ കോൾ. എന്നാൽ അതേ സംഭവമാണ് ഇപ്പോൾ നടനും MLA-യുമായിട്ടുള്ള മുകേഷിനോട് മലയാളികൾ തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടാ അന്തസ് വേണോടാ അന്തസ്, എടാ ഒന്നുമില്ലെങ്കിലും നിനക്ക് ഇത്രയും പ്രായമില്ലേടാ എന്നാണ് മലയാളികൾ മുകേഷിനോട് തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, രഞ്ജിത്തിനും സിദ്ദിഖിനും പിറകെ മുകേഷിനെതിരെയും മുകേഷ് തന്നെ നിരന്തരം ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിയെന്നും മൊളസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ള ടെസ് ജോസഫ് രംഗത്തെത്തിയിരിക്കുകയാണ്. മുകേഷ് ഇത് അറിഞ്ഞ ശേഷം എനിക്ക് യുവതിയെ അറിയുകയില്ല, അതങ്ങ് പള്ളിപ്പറമ്പിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ് നാട്ടുകാർ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം 2019 ഈ യുവതി ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നു. 2019 ഈ യുവതി ഇതേ ആരോപണം ഉന്നയിച്ചപ്പോൾ ആ യുവതിയെ കളിയാക്കിക്കൊണ്ട് മുകേഷ് പറഞ്ഞത് അത് മുകേഷ് കുമാറിനെ ആയിരിക്കും, അല്ലെങ്കിൽ മുകേഷ് ഖന്നെ ആയിരിക്കും പറഞ്ഞത്. ഇപ്പം വിത്ത് ഫോട്ടോ ആ യുവതി ആരോപണവുമായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അതാണ് ദ പവർ ഓഫ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പല പ്രമുഖന്മാരുടെയും പേരുണ്ടെന്ന് പറയുമ്പോഴും ആ പേര് ഹേമ കമ്മിറ്റിയിൽ എഴുതി ചേർത്തിട്ടില്ല എന്ന് പറയുമ്പോഴും യുവതികൾക്ക്, യുവനടികൾക്ക് പീഡനം അനുഭവിച്ചവർക്ക് ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ശക്തിയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ തർക്കമൊന്നുമില്ല. മനസ്സിലായല്ലോ. സിദ്ദിഖ് എന്ന് പറയുന്ന ഉറ്റ സുഹൃത്തുണ്ടല്ലോ, ഇപ്പൊ ഉണ്ടതിഞ്ഞും ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഗംഭീരമായിട്ടുണ്ട്. അതിന് പിന്നെ ജയിലിൽ ഇപ്പോൾ ഉണ്ടെന്നില്ല, ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. അതുകൊണ്ട് വേഷ വെട്ടി വിഴുങ്ങി കമ്പി എണ്ണി കിടക്കാമെന്നാണ് നാട്ടുകാർ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിദ്ദിഖിന്റെ പേരിൽ കേസെടുക്കാനുള്ള സകല കാര്യങ്ങളും കേരള പോലീസും നമ്മുടെ സർക്കാരും പരിശോധിച്ച് വരികയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വയനാട് പുനരധിവാസം അമ്പേ പാളിയപ്പോൾ സർക്കാർ ശ്രദ്ധ തിരിക്കാനായിട്ട് തുറന്നു വിട്ട ഒരു ഭൂതമാണെങ്കിലും ആ ഭൂതം ഇപ്പോൾ സർക്കാരിനെ തന്നെ എടുത്ത് കയ്യിലിട്ട് അമ്മാനമാടുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം സിനിമയിലെ അന്തംഗമ്മികൾ മൊത്തമാണല്ലോ ഈശ്വര പെണ്ണുപിടിയന്മാർ എന്നാണ് ഇപ്പോൾ സത്യം പറഞ്ഞ പിണറായി വിജയൻ പോലും ആലോചിച്ചിരിക്കുന്നത്. എടാ ഞാൻ ഇത്രയും പ്രായമായി എന്നിട്ട് എൻ്റെ പേരിലൊരു പെണ്ണ് കേസില്ല, അതാണ് എൻ്റെ രാഷ്ട്രീയ സംശുദ്ധി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിൽ വിചാരിച്ചതാണ്. ഈശ്വര ഇത് CPM ആണ്, അതേ കോഴിക്കോടാണ്. പിന്നെ അമ്മ സംഘടനയെക്കുറിച്ച് പറയണ്ട, മാമ എന്ന് പേര് മാറ്റിയാൽ മതി എന്നാണ് നാട്ടുകാർ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും മുകേഷിനെതിരെ ഇപ്പോൾ ആരോപണം വന്നിരിക്കുകയാണ്. മുകേഷിന് രാജിവെക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. മുകേഷ് രാജിവെക്കേണ്ട അനിവാര്യതയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് സിദ്ദിഖിൻ്റെയും രഞ്ജിത്തിൻ്റെയും രാജി. മുകേഷ് ഇപ്പോൾ MLA ആണ് കൊല്ലം, അതുകൊണ്ട് കൊല്ലത്തിന് വലിയ ഗുണമൊന്നുമില്ല. അത് ഇവിടുത്തെ നാട്ടുകാർ പറയും. പണ്ട് കൊല്ലത്ത് മുകേഷ് MLA ആയി കഴിഞ്ഞ് വീണ്ടും വോട്ട് വഹിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെയുള്ള മീൻകാരികൾ മീൻ വെള്ളം കോരി മുഖത്തോട്ട് ഒഴിച്ചതാണ്. ആ സമയത്ത് മുകേഷ് അവിടെ നിന്ന് കണ്ടം വഴി ഓടിയതാണ്. അപ്പോൾ മുകേഷിനെ കൊണ്ട് കൊല്ലത്തിന് വലിയ ഗുണമൊന്നുമില്ല എന്ന് നാട്ടുകാർക്കറിയാം. അതുകൊണ്ടാണ് പ്രേമചന്ദ്രൻ്റെ കൂടെ തോറ്റ് തൊപ്പിയിട്ടത് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ MLA സ്ഥാനം ഇപ്പോൾ ധാർമ്മികതയുടെ കാലമാണല്ലോ. ഈ മുകേഷ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ രാജിവെച്ച് പുറത്തു പോകണം. ധാർമ്മികതയുടെ ആ പ്രശ്നം മുൻനിർത്തി മുകേഷ് എന്ന് പറയുന്ന വ്യക്തി രാജിവെച്ച് പുറത്തു പോകുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. എന്തായിരുന്നാലും ടെസ് ജോസഫ് എന്ന് പറയുന്ന ആ യുവതി ട്വീറ്റിലൂടെയാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. എക്സ് പ്ലാറ്റ്ഫോമിൽ അവർ പറയുന്നത് ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി, യവൻ തന്നെയാണ് കഥവിൽ വന്ന് മുട്ടി വിളിക്കണ വീരനെന്ന്. എങ്ങനെയാണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മാധ്യമങ്ങൾ ഞെട്ടലോടുകൂടി കേട്ടത് തൊട്ടടുത്തുള്ള മുറിയിലെ കതകിൽ, അതായത് സ്ത്രീകൾ താമസിക്കുന്ന കതവിൽ വന്ന് മുട്ടിയിട്ട് കതവ് തുറന്നില്ലെങ്കിൽ ആ കതവ് ചവിട്ടി പൊളിക്കാനായിട്ട് ശ്രമിക്കും എന്നാണ് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്നതായി മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതേപോലെ തൻ്റെ റൂമിലേക്ക് നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുന്ന ഒരാളാണ് മുകേഷ് എന്നാണ് ടെസ് ജോസഫ് പറഞ്ഞിരിക്കുന്നത്. ടെസ് ജോസഫിൻ്റെ ആ ട്വീറ്റ് പറയുകയാണെങ്കിൽ, I was 20 years old ക്വിസ് ഡയറക്റ്റിംഗ് കോടീശ്വരൻ. വെറും 20 വയസ്സുള്ള ഒരു പെൺകൊച്ചായിരുന്നു. 20 വയസ്സ്. ആ 20 വയസ്സ് 19 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. 20 വയസ്സുള്ള ആ പെൺകുട്ടി when the Mallu host Mukesh Kumar called my room multiple times and then changed my room to beside his on the next SH. My then boss spoke to me for an hour and got me out on the next flight. 19 years on thank you Derek എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇയാൾ ഇങ്ങനെ വന്ന് വൃത്തികേടൊക്കെ കാണിച്ചപ്പോൾ, ഇയാൾ നിരന്തരം മുറിയിലേക്ക് വിളിച്ച് എന്നെ ശല്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ എൻ്റെ അപ്പോഴുള്ള ബോസ് പറഞ്ഞു മോളെ കയറിപ്പൊക്കോ എന്നാണ് പറഞ്ഞത്. അത് എന്നെ രക്ഷിക്കലായിരുന്നു എന്നാണ് മുകേഷിനെ കുറിച്ചുള്ള ആരോപണത്തിൽ അന്ന് ഈ യുവതി പറഞ്ഞിരിക്കുന്നത്. ഇന്നും ഈ യുവതി ആരോപണവുമായിട്ട് രംഗത്തെത്തുന്നുണ്ടായിരുന്നു. അവതാരകനായിട്ടുള്ള മുകേഷ് രാത്രി നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുന്നു എന്നാണ് ഇവർ പറഞ്ഞത്. പോരാത്തതിന് തൻ്റെ മുറിയുടെ, അതായത് മുകേഷിൻ്റെ സൗകര്യാർത്ഥം മുകേഷിൻ്റെ മുറിയുടെ തൊട്ടടുത്ത് ഇവരുടെ മുറി മുകേഷ് സെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് മുകേഷിന് ഈസി ആയിട്ട് പോകാമല്ലോ, അങ്ങനെ ഈസി ആയിട്ട് പോകാനായിട്ട് തൊട്ടടുത്ത് മുറി സെറ്റ് ചെയ്തു എന്നും ഈ യുവതി പറയുന്നുണ്ട്. പോരാത്തതിന് അവരന്ന് സാങ്കേതിക പ്രവർത്തകയായിരുന്നു. അന്ന് സാങ്കേതിക പ്രവർത്തകയായിരുന്നപ്പോൾ തൻ്റെ
എൻ്റെ ഈ ദുരനുഭവവും പല ആൾക്കാരുടെ അടുത്തും പറഞ്ഞെങ്കിലും നമുക്കറിയാം അന്ന് 19 വർഷം മുമ്പാണ് യാഥാസ്ഥിതികമായിട്ടുള്ള മനസ്ഥിതിയുള്ള ആൾക്കാരായിരുന്നു മലയാള സിനിമയിലുള്ളതും എന്തിനു പറയുന്നു കേരളത്തിൽ തന്നെ ഉള്ളതും എന്നറിയാം. ഇന്ന് കേരളം ഒരുപാട് പുരോഗമിച്ചു, ആൾക്കാർ ഒരുപാട് പുരോഗമിച്ചു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു റേപ്പ് വിക്ടിം റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടുകാരടക്കം മൂടി വയ്ക്കുന്ന ഒരു കാഴ്ച, കാരണം ഭാവി എന്താകുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരു യുവതി റേപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പോരാടാനായിട്ട് അവർ പുറത്തിറങ്ങും. ആ റേപ്പിസ്റ്റിന് തക്ക ശിക്ഷ അവർ വാങ്ങിച്ചു കൊടുക്കും. പോരാത്തതിന് റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു വിക്ടിമിനോട് മലയാളി എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് അതിജീവിത എന്ന് പറഞ്ഞുകൊണ്ടാണ് റേപ്പ് ചെയ്യപ്പെട്ട ഒരു യുവതിയോട് മലയാളികൾ ഇന്ന് പെരുമാറുന്നത്. ഇത്തരത്തിലുള്ള റേപ്പിസ്റ്റുകളുടെ സാധനം അരിഞ്ഞു കളയണം എന്നാണ് മലയാളികളുടെ ഇന്ന് പൊതുവായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കാര്യം വന്നിരിക്കുന്നത്. മുകേഷ് ഈ കാര്യം പറഞ്ഞു. മുകേഷിൻ്റെ അടുത്ത് നേരെ മാധ്യമങ്ങൾ ചെന്നപ്പോൾ മുകേഷ് തൻ്റെ തനതായിട്ടുള്ള ശൈലി പുറത്തെടുത്തു. മുകേഷ് അന്ന് അരുൺകുമാറിൻ്റെ കൂടെ ഇരുന്നല്ലോ, അതായത് കൊല്ലത്ത് മുകേഷ് മത്സരിക്കുകയായിരുന്നു. പ്രേമേന്ദ്രനുമായിട്ടായിരുന്നു മത്സരം. തൊട്ടപ്പുറത്ത് നമ്മുടെ KKG ഉണ്ട്, BJPയുടെ. അങ്ങനെ പ്രേമേന്ദ്രനുമായിട്ട് മത്സരിക്കുമ്പോൾ മുകേഷിൻ്റെ അടുത്ത് നമ്മുടെ റിപ്പോർട്ടറിലെ വേട്ടവളിയനായിട്ടുള്ള മൊട്ട അരുൺകുമാർ ചെന്നിൽ ചോദിച്ചു, അല്ല ഈ ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് ഈ അവിടെയൊക്കെ ചെന്നിരിക്കുമ്പോഴല്ലോ പാർലമെൻറ്റിൽ അവിടെ ഇംഗ്ലീഷ് ഹിന്ദി അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെയൊക്കെയാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയിട്ട് എന്തോ സനത്താനാണ് എന്നുള്ള രീതിയിൽ അരുൺകുമാർ ചോദിച്ചപ്പോൾ മുകേഷ് പറഞ്ഞത്, അതിനാണല്ലോ എൻ്റെ ആക്ടിങ്, ഞാൻ ആക്ടിങ്ങിലൂടെ സംഭവങ്ങൾ കാണിക്കുമെന്നാണ് പറഞ്ഞത്. എത്ര നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനയാണെന്ന് ആലോചിച്ച് നോക്കണം. ഇതൊക്കെ സത്യം പറഞ്ഞാൽ മലയാളികൾ എടുത്തിട്ട് ഉടുക്കേണ്ട പ്രസ്താവനയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അങ്ങനെ ആക്ടിങ്ങിലൂടെ ആക്ട് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും, അങ്ങ് പാർലമെന്റിൽ നരേന്ദ്രമോദിയുടെയും സ്പീക്കറുടെ മുമ്പിലൊക്കെ കിടന്ന് അങ്ങ് എന്തോ ഡാൻസ് കളിക്കുമോ, പാർലമെന്റിന്റെ നടുത്തളത്തിൽ ഇറങ്ങിയെന്ന്, അല്ലെങ്കിൽ പാർലമെന്റിന്റെ നടുത്തളത്തിൽ ഇറങ്ങിയെന്നത് നിയമസഭയല്ല, നമ്മുടെ ശിവൻകുട്ടി എണ്ണം കാണിച്ചുള്ള മുണ്ടൂക്കി കാണിക്കുക. അങ്ങനെയാണെങ്കിൽ അടിച്ചു ഓട്ടി വിടുവാന്മാർ. ആക്ടിങ് എന്ന് അങ്ങനെ പറയരുത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എന്താണ് ഇയാൾ ചെയ്യുന്നതെന്ന് പോലും ആർക്കും അറിയില്ല. ഇയാൾ 24 മണിക്കൂർ സിനിമയിൽ കാണാം. പോരാത്തതിന് കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഷോയിൽ ഫഹദ് ഫാസിൻ്റെ കൂടെ കിടന്ന് ഡാൻസ് കളിക്കുന്ന ചിത്രവും കണ്ടു. ഒരു MLA ആണ്. ഒരു MLAക്ക് ഇതൊക്കെ ചെയ്യാൻ ആരധികാരം കൊടുത്തു എന്ന് മലയാളികൾ ചോദിക്കണം. കാരണം അത് ചോദിച്ചില്ലെങ്കിൽ നാളെ ഇപ്പോൾ ഒരു UDFൻ്റെ ഒരു MLA ആണ് ഇത്തരത്തിൽ ഒരു MLA ആയി, അയാൾ ഒരു മന്ത്രിയായി, പോട്ടെ മന്ത്രിയായില്ല MLA ആയി. അങ്ങനെ MLA ആയിരിക്കുന്ന ആ ഘട്ടത്തിൽ അയാൾ ഇത്തരത്തിൽ വേറെ പരിപാടികളിൽ പങ്കെടുക്കാൻ പോയാൽ ഇവിടെയുള്ള LDF എന്ത് പറയും, എടുത്തു കളയല്ലേ അവനെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മുകേഷിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണം, ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വന്നിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു ആരോപണം അത് മുകേഷ് തന്നെയാണോ എന്നാണ് നാട്ടുകാർ ചോദിച്ചത്. കാരണം ഈ സ്ത്രീകളുടെ കഥവിൽ കൊട്ടി വിളിക്കണമല്ലോ. കഥകിൽ കൊട്ടി വിളിച്ചിട്ട് ആ കഥവ് തുറന്നില്ലെങ്കിൽ കഥവ് ചവിട്ടി പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ രഞ്ജിത്തിൻ്റെ കാര്യം, രഞ്ജിത്ത് നല്ല ഒന്നാന്തര അന്തംകമ്മിയാണ്. ഈ രഞ്ജിത്തിൻ്റെ കാര്യം പറയുമ്പം ഗോവിന്ദമാഷിൻ്റെ മോൻ രഞ്ജിത്തിൻ്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. രഞ്ജിത്തിൻ്റെ കൂടെ രഞ്ജിത്തിൻ്റെ എല്ലാ പടത്തിലും ഇവൻ വലിഞ്ഞു കയറി ജോലി ചെയ്യും. പോരാത്തതിന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ കൊടിയേരി ബാലകൃഷ്ണൻ്റെ മോനൊക്കെ സിനിമയിൽ അങ്ങ് ആറാടുകയായിരുന്നു. അങ്ങനെ ഒരു ഗതിയും പരഗതിയില്ലാന്ന് കണ്ടപ്പോഴാണ് സിനിമയിലോട്ട് പറഞ്ഞു. ഇവിടെ ഗ്ലാമർ ഫീൽഡ് ആണല്ലോ. അപ്പോൾ രഞ്ജിത്ത് ഒരു സൂചന കൊടുത്തിട്ടുണ്ട്, എന്നെ പെടുത്താൻ ശ്രമിച്ച എല്ലാ എണ്ണത്തിനും ഞാൻ ആടവടെല്ലാം പൂട്ടു എന്നുള്ള രീതിയിൽ രഞ്ജിത്ത് ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. ആ സൂചന പുറത്ത് വന്നതോടുകൂടി ബംഗാളിൽ നിന്ന് ആരോപണം ഉന്നയിച്ച നടി ആ ആരോപണം ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ട്. നടി പറയുന്നത് പീഡിപ്പിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്, പീഡിപ്പിക്കാനായിട്ടൊരു ശ്രമം നടത്തി, അതായത് ദുരനുഭവം ഉണ്ടായി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും രണ്ടാണ്. അതായത് പീഡിപ്പിച്ചു എന്ന് പറയുന്നതും പീഡനം നടത്താൻ അല്ലെങ്കിൽ ദുരനുഭവം, ഒരു സ്ത്രീക്ക് നേരെ ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. അത് രണ്ടിനും രണ്ട് ശിക്ഷയാണ്, രണ്ടിനും രണ്ട് തരത്തിലുള്ള ട്രയലാണെന്ന് മനസ്സിലാക്കണം. ഇതിൽ പെട്ടുപോയത് സിദ്ദിഖാണ്. സിദ്ദിഖിനെയാണ് ഇനി നമ്മുടെ സംസ്ഥാന സർക്കാർ വേട്ടയാടാൻ പോകുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് കാണിക്കണ്ടേ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. സിദ്ദിഖാണെങ്കിൽ മാധ്യമങ്ങളുടെ കണ്ണിലെ കരട് കൂടെയാണ്. അങ്ങനെ സിദ്ദിഖിനെ വേട്ടയാടാനാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നോട്ടമിട്ട് വെച്ചിരിക്കുന്നത്. സിദ്ദിഖ് നല്ലൊരു ഉണക്കത്തങ്ങാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നല്ലപോലെ അറിയാം. അങ്ങനെ സിദ്ദിഖിന് നേരെ ആരോപണം ഉന്നയിച്ച യുവനടിയെ വെച്ച് സിദ്ദിഖിനെ വേട്ടയാടും. സിദ്ദിഖിനെ വേട്ടയാടിയിട്ട് പക്ഷേ ആ കേസ് എവിടെ എത്തും എന്നാണ് നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആ കേസ് എവിടെ എത്തുമെന്ന് പറയാനായിട്ടുള്ള കാരണം, സിദ്ദിഖിന് നേരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന യുവനടി, ആ യുവനടിക്കെതിരെ ആരോപണവുമായി ആ യുവനടി തന്നെ ആരോപണം ഉന്നയിച്ച ഒരു ഫാഷൻ ഡിസൈനർ രംഗത്തെത്തിയിട്ടുണ്ട്. അഭിൽ ദേവ് എന്നാണ് ആ ഫാഷൻ ഡിസൈനറുടെ പേര്. ഈ യുവനടി നേരത്തെ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ ഈ അഭിൽ ദേവ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അഭിൽ ദേവിനെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. സെക്ഷലി, വെർബലി, ഇമോഷണലി എന്നൊക്കെ പറഞ്ഞ് ഒരു നീണ്ട ലിസ്റ്റ് ആ നടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റിലുള്ള ഒരാളാണ് അഭിൽ ദേവ് എന്ന് പറയുന്നത്. അഭിൽ ദേവ് പറയുന്നത് ഇവർ
വിദേശ രാജ്യത്ത് മെഡിസിൻ പഠിക്കാൻ പോയ യുവതിയാണ്. ചൈനയിലോ മറ്റോ പഠിക്കാൻ പോയതാണ്. അവിടെ നിന്നും ഇവരെ ആ യൂണിവേഴ്സിറ്റി പിടിച്ച് പുറത്താക്കി. ആ യൂണിവേഴ്സിറ്റി ഇവരെ അവിടെ നിന്നും പിടിച്ച് പുറത്താക്കിയത് ഇവർ സഹപാഠിയുടെ നഗ്ന ചിത്രം പകർത്തി എന്ന് പറഞ്ഞാണ് പുറത്താക്കിയത് എന്ന് പറഞ്ഞ് അയാൾ അന്ന് തെളിവ് സഹിതം ഒരു ആരോപണം തിരിച്ചുന്നയിച്ചിരുന്നു. അതിന് ഒരു മറുപടിയുമില്ല. പോരാത്തതിന് ഇതിൻ്റെ പൊട്ടും പൊടിയും അന്വേഷിച്ചു പോയ പല മാധ്യമപ്രവർത്തകർക്കും അറിയാനായിട്ട് സാധിച്ചത് ഇവർ പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിൽ ഇവർ ഒരു പൊതുശല്യമായിരുന്നുവെന്നും 30 പേർ ഇവർക്കെതിരെ വലിയ രീതിയിൽ അവിടെ മാസ് പെറ്റീഷൻ കൊടുത്ത ശേഷമാണ് ഇവരെ പുറത്താക്കിയതെന്നും അങ്ങനെ അതായത് അവർ ഡ്രോപ്പ് ഔട്ടായി അങ്ങനെ ആയതൊന്നുമെന്നുമാണ് പല മാധ്യമങ്ങളും ഇതിനകത്ത് പറയുന്നത്. എന്തായിരുന്നാലും ഈ ആരോപണ പ്രത്യാരോപണങ്ങളുടെ എല്ലാം വലിയ രീതിയിലുള്ള സത്യം തെളിയേണ്ടതാണ്. അതിന് പോലീസ് കേസ് അന്വേഷിക്കണം. അതുവരെ സിദ്ദിഖിൻ്റെ കാര്യം ഊഞ്ഞാല ആയിത്തീരും എന്നുള്ള കാര്യത്തിലും ആർക്കും ഒരു സംശയം വേണ്ട. സിദ്ദിഖിൻ്റെ അണ്ടം കീറും എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഇന്റർവെൽ ബാബു ഉണ്ട്, പിന്നെ വേറൊരു വിരുദ്ധനുണ്ട്, മസിലൊക്കെ പെരിപ്പിച്ച് നിൽക്കുന്ന അടിച്ച് കയറി വാ എന്ന് പറയുന്ന റിയാസ് ഖാൻ. അങ്ങനെ റിയാസ് ഖാൻ്റെ കാര്യമുണ്ട്. നമ്മുടെ MLA ആയിട്ടുള്ള മുകേഷിന് വലിയ രീതിയിലുള്ള പാർട്ടി സംരക്ഷണം ഉള്ളത് കൊണ്ട് മുകേഷ് ഏത് രീതിയിലായാലും തപ്പിത്തടഞ്ഞ് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുകേഷിൻ്റെ പഴയ ഭാര്യയായിട്ടുള്ള സരിതയുടെ വെളിപ്പെടുത്തൽ. അതായത് സരിതയെ നിത്യം അബ്യൂസ് ചെയ്യുകയും ആ സരിതയെ നിരന്തരം അടിക്കുകയും സരിതയുടെ അടുത്ത് വെള്ളം അടിച്ചു കൊണ്ടുവന്ന് പോക്കൃത്തനം കാണിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് മുകേഷ് എന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് സരിത അതിനകത്ത് പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ട്. സരിത പറഞ്ഞിരിക്കുന്നത് ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ഓരോ നേരെ വരുന്ന ആരോപണങ്ങളും വളച്ചൊടിച്ച് പ്രതിയോഗിക്ക് നേരെ തിരിച്ചുവിടാൻ നല്ല കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അന്തം കമ്മി സ്റ്റൈൽ എന്ന് പറയുന്നത്. അങ്ങനെ ആ സ്റ്റൈലുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് മുകേഷ് ഈ ആരോപണം തപ്പിത്തടഞ്ഞ് നിൽക്കുമെന്നുള്ളതാണ്. പക്ഷേ മാധ്യമങ്ങൾ ഇത് വിടില്ല. വലിയ രീതിയിലുള്ള വാർത്തയായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം എന്ന രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ട്. ഇനി മുകേഷ് രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ട കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മുകേഷിനെ സർക്കാർ സംരക്ഷിക്കുമോ എന്ന് കണ്ടറിയണം. ഇവന്മാരെല്ലാം കോഴികളാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇപ്പോൾ ബാറ്റൺ മോഹൻലാലിന് കൈമാറിയിട്ട് സിദ്ദിഖ് പോയിട്ടുണ്ട്. ലാലേട്ട ഉടനെ മാധ്യമങ്ങളെ കാണുമെന്ന് പറയണേ. ലാലേട്ട വി ബിലീവ് ഇൻ യു ലാലേട്ട. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.